കോഴിക്കോട്ടെ സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധ സൂചകമായി ഇന്ന് കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തും. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വന്നതോടെ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ബസ് ഉടമകൾ അറിയിച്ചതാണ്. അതോടൊപ്പം ഇന്ധനവില വർധനവും പ്രതിസന്ധിയാണ്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ് ദേവസ്യ, സുപ്രഭാതം, വീണ്ടും സ്വാഗതം. പ്രിയദർശിനി പദ്ധതിക്കെതിരെ പ്രതിഷേധിക്കേണ്ട, സർക്കാർ ഒപ്പമുണ്ട്, നിങ്ങൾക്ക് മറ്റ് വരുമാന വർധനവിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാം എന്നൊക്കെ ഗതാഗത മന്ത്രി CP ജോൺ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സൂചനാ സമരത്തിലേക്ക് കടക്കുന്ന സാഹചര്യം അത് അധികൃതരുടെ മുന്നിലേക്ക് വരുന്നുണ്ടോ? സുപ്രഭാതം സുജിയ. പ്രിയദർശിനി ബസ് ജനങ്ങളിലേക്ക് വലിയ സ്വീകാര്യത വന്നതോടുകൂടെ തന്നെ സ്ത്രീ യാത്രക്കാർ മുഴുവൻ ആ പ്രിയദർശിനിയിലേക്ക് കയറുകയും ഒപ്പം സ്വകാര്യ ബസ് ജീവനക്കാർക്ക് അത് വലിയ പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്തു. നേരത്തെ ദിവസേന 12,000 രൂപയടക്കം വരുമാനം ലഭിച്ചിരുന്നത് കൂലി അടക്കം കൊടുത്ത്, അതായത് ശമ്പളം അടക്കം കൊടുത്തു കഴിഞ്ഞാലും ഉടമസ്ഥർക്ക് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇപ്പോൾ പ്രിയദർശിനി ബസ് വന്നതിന് ശേഷം കിട്ടുന്നത് 8,000 രൂപയോ 6,000 രൂപയോ മാത്രമാണ്. അതിൽ നിന്ന് ഡീസലും ഈ ജീവനക്കാരുടെ ശമ്പളവും കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്ത് നൽകേണ്ട അവസ്ഥയാണ് എന്നാണ് സ്വകാര്യ ബസ് ഉടമകളടക്കം പറയുന്നത്. എന്തായാലും ഇപ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റിൽ ഒരു നിരാഹാര സമരം നടത്താൻ പോകുകയാണ്. ഇവർ പറയുന്നത് ഈ ഗതിക്ക് പോയി കഴിഞ്ഞാൽ സർവീസുകളെല്ലാം തന്നെ നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. വാഹനങ്ങൾക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണി സംഭവിക്കുകയാണെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കേണ്ട അവസ്ഥയിലേക്കാണ്. അത് ഞങ്ങളുടെ ഡീസലിൻ്റെ വിലവർദ്ധനവടക്കം കാര്യമായി ബാധിക്കുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുന്നതടക്കം കാര്യമായി ബാധിക്കുന്നു. എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, ഇതിനെല്ലാം തന്നെ പ്രശ്ന പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 10 മണിക്ക് കോഴിക്കോട് കളക്ടറേറ്റിൽ നിരാഹാരം നടത്തുന്നത്. അത് CPM ജില്ലാ സെക്രട്ടറി മെഹബൂബാണ് ഉദ്ഘാടനം ചെയ്യുക. സുജിയ.